ഇല്ല, സത്യമായിട്ട് എനിക്കിതൊരാളെ മനസ്സിലായില്ല. കോളേജിൽ ഒരുമിച്ച് പഠിച്ചതെന്നുള്ള കാര്യം ക്ലിയറായി. ഇത്രയും ക്ലൂ തന്ന സ്ഥിതിക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒന്നെങ്കിൽ പാർവതി, അല്ലെങ്കിൽ മീനാക്ഷി. ഇവരിൽ ആരോ ഒരാളാ. തേർഡ് ഇയറില്. അങ്ങനെ വഴിക്ക് വാ, നീ പാർവതി തന്നെ. പാർവതി. ഞാനിപ്പോ അവിടെ കൊച്ചിയിലുണ്ട്. കൊച്ചിക്ക് വരുന്നുണ്ടോ എന്ന്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കാണണം. കാണാലോ, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് നടക്കാന്ന്. പാർവതിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നോ? ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. ഞാൻ വിളിക്കാവേ. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അത് എന്റെ കൂടെ കോളേജിൽ പഠിച്ച പഴയൊരു ഫ്രണ്ടാ പാർവതി. ആണല്ലേ? ഇപ്പൊ കോളേജിൽ പഠിച്ച പെമ്പിള്ളേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. ഐ മീൻ ഫ്രണ്ട്സ്. കാര്യം ഞങ്ങൾ അതുപോലെ പണ്ട് പഠിച്ചോണ്ടിരുന്ന പഠിച്ചു പൊളിച്ച് ചില്ല് നടന്നവരല്ലേ, അതുകൊണ്ടാ. നാട്ടിലുണ്ടെന്ന് അറിഞ്ഞു ഇപ്പോഴേ. പാർവതിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ? അതെങ്ങനെ മനസ്സിലായി? അത് ഞാൻ ഊഹിച്ചെടുത്തതാ. അതെ, പാർവതി അടുത്ത് എന്ത് കാര്യങ്ങൾ അയവർക്കാനുള്ള? പഴയ കാര്യങ്ങളൊക്കെ അയവർത്തക്കൊള്ളാവുന്നുണ്ട്, പക്ഷെ ഇനിയിപ്പോ അയവർക്കണമെന്നില്ല. എന്ത് പഴയ കാര്യങ്ങള്? പഴയ ഒന്നുമില്ലടി, ഒന്നുമില്ല. അപ്പൊ ഞാൻ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ലെക്ചേഴ്സ് അറിയാത്ത എന്ത് കാര്യങ്ങളാണ് എനിക്കുള്ളത്? എന്നാലേ മോന് സമയം കിട്ടുമ്പോഴേ പഴയ കഥകളൊക്കെ ചേച്ചിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഒരു ദിവസം ഇരുന്ന് എല്ലാം പറഞ്ഞു തരാം കേട്ടോ. എന്ത് കഥയാ? അല്ല, കോളേജില് ചെത്തി നടന്ന കഥകളൊക്കെ. ഓ, നിറയെ സമയമുണ്ടല്ലോ, ഇരുന്ന് കേക്കണം. ഇപ്പഴേ സിദ്ധുവിന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചായിരുന്നു. പാർവതി കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിച്ചില്ല? ഓ, നൈസ് നെയിം. ലച്ചു, ഞാൻ ഈവനിങ് പുറത്തു പോകുന്നുണ്ട്, നീ വരണോ? ഞാൻ വരാം. നീ വരുന്നോ? ഞാൻ വരുന്നില്ല. ഓ, പാർവതിയുടെ അടുത്ത് ആയി വറക്കണോല്ലേ കല്യാണം കഴിയാത്ത കുട്ടി. ഞാൻ വരുന്നുണ്ട്, നമ്മൾ അടിച്ചു പൊളിക്കല്ലേ. നീ വരണ്ടേ? ഞാൻ വരാന്ന്. വരണ്ട, കുഴപ്പമില്ല. ലച്ചുമോളെ, ഗ്യാസ് ബുക്ക് ചെയ്തായിരുന്നോ? ബുക്ക് ചെയ്തായിരുന്നു, പക്ഷെ സമയം എടുക്കും, 2 ആഴ്ച പിടിക്കുന്ന പറഞ്ഞു. ആണോ? ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് ഒക്കെ ഇപ്പൊ പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ. കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ളവർക്കാണ് ബുദ്ധിമുട്ടെന്നാണ് ഞാൻ കേട്ടത്. അല്ല, എന്തായാലും ഗ്യാസ് ഒക്കെ ഇനി കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതിനിപ്പോ ആരും ആവശ്യമില്ലാതെ ഉപയോഗിക്കണം, ആവശ്യത്തിനല്ലേ എല്ലാരും ഉപയോഗിക്കണുള്ളൂ. അയ്യോ, ആരും ഉപയോഗിക്കുന്നില്ലയോ? ആവശ്യമില്ലാതെ എപ്പോഴും കട്ടൻ ചായടിയില്ലേ, വെള്ളം തിളപ്പീരെ, പിന്നെ 2 പേർക്ക് ഇവിടെ പാചക പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇനി വേണ്ട. இந்த யுத்தம் வந்து சீக்கிரம் முடிஞ்சா போதும்ல. അതുപോലെ അമ്മൂമ്മ, ക്രൂഡ് ഓയിലിനും വല്ലാണ്ട് വില കൂടുന്നാ കേട്ടെ. ഈ പ്രതിസന്ധിയൊക്കെ നമ്മളെല്ലാരും സഹിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്ത് കാര്യം? അതെ, ഇനി നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പാചകം ചെയ്യുന്നത് പുറത്ത് വെച്ച് വിറകടുപ്പിലായിരിക്കും. എന്തോ നോക്കി പഠിപ്പിക്കുന്നേ? ആയിക്കോട്ടെ, അങ്ങനെ ചെയ്താ മതി. ഗ്യാസ് ഒക്കെ കുറച്ച് ഉപയോഗിച്ചാ മതി. ആയിക്കോട്ടെ, മതി. മതിയല്ലേ? എന്റെ പിള്ളേരെ ഒന്ന് അനങ്ങി വാ ഇങ്ങോട്ട്. അമ്മ, ഞാൻ കൂടെ പോട്ടാ? വേണ്ട, അവര് കൊണ്ടുവന്നോളൂ. ഇടട്ടെ? അവിടെ വെക്ക്. അമ്മമ്മ, ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? നാട്ടുകാരുണ്ടോ എന്ന് വിചാരിക്കും. എന്ത് വിചാരിക്കാനാ? അടുപ്പ് കൂട്ടുവാന്ന് വിചാരിക്കും. ഈ ഗ്യാസ് ഒക്കെ എന്നാ ഉണ്ടായേ? പണ്ടൊക്കെ അടുപ്പ് കൂട്ടി തന്നെയാ പാചകം ചെയ്തോണ്ടിരുന്നേ. அம்மா, இதெல்லாம் நம்ம அப்புறம் பேசலாம். இப்ப நம்ம முதல்ல அடுப்பு கூட்டலாம். അതൊക്കെ പിള്ളേര് കൂട്ടിക്കോളൂ, അവർക്കറിയാൻ കൂട്ടാന്. അമ്മൂമ്മ, കുഴിപ്പളത്തെ എന്റെ വീടിന്റെ ബാക്കില് ഒരു കിടിലൻ അടുപ്പുണ്ട്. ഇപ്പോഴേ ഹോട്ടലിലൊക്കെ വിറക് വെച്ചാ പാചകം ചെയ്യുന്നതാ കേട്ടെ. விறகடுப்புல சமைக்கிற சாப்பாடு ரொம்ப ருசியா இருக்கும். അക്കാര്യത്തിൽ സംശയമില്ല. അടുപ്പി വെച്ച് പാചകം ചെയ്യുന്നതിനെ എന്തൊരു സ്വാദാന്നറിയാവോ? അതൊക്കെ സമ്മതിച്ച്. ആവശ്യത്തിൽ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ ഇന്ന് ഇത് കത്തിക്കണേ? ഇത് ഇന്നത്തേക്കിനല്ല, നാളത്തേക്കിന് ഇതെല്ലാം സെറ്റാക്കി വെക്കുവാ. നാളത്തേക്കാണോ? എന്റെ പൊന്നമ്മ, എന്ന പുറകിലും എല്ലാം ചെയ്താ പോരെ. അതെ, എന്തിനാണ് ഈ ഉമ്മർത്തോണ്ടേ അടുപ്പ് കൂട്ടണത്? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരല്ലയോ? നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാവണം, മറ്റുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. അപ്പൊ നാളെ മുതൽ ഇവിടെ വെച്ചിട്ടാ പാചകം? അത്യാവശ്യം നാളെ മുതൽ ഇവിടെ വെച്ച എല്ലാം പാചകം ചെയ്യുന്നു. அம்மா, கேஸ் கூட இருந்துன்னா ரொம்ப சூப்பரா இருக்கும்ல. കേശം ഉണ്ടായത് ഇപ്പൊ നടോടി കൊണ്ട് അടുപ്പ് കൂട്ടിയാണ്. കനകം, സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടേ?
എല്ലാം ഇരിക്കമ്മ. എന്നാ ഞാൻ പോയി പാത്രം കഴുകിയിട്ട് വരാം. അത് പിന്നെ ചെയ്യാം. നമുക്ക് ഇപ്പൊ പോയി വിറവെടുത്തോണ്ട് വരാം. അമ്മൂമ്മ നമ്മളിപ്പോ വിറക് അവിടെ തുപ്പിക്കും. എന്റെ പൊന്നു മോനെ, ആ പാറമട റോഡ് ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. ആ ഒരു വെട്ടുകത്തിയും കൊണ്ട് പോയാൽ ഇഷ്ടം പോലെ വെട്ടിപ്പറിക്കൊണ്ട് വരാം. പിന്നെ ഒരു കോടാലിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. അമ്മ പടവലത്തിൽ ഒരു കോടാലി ഇരിക്കുല്ല. ഇപ്പം പടവലത്ത് പോയി കോടാലി എടുത്തോണ്ട് വരാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്തിനാ ശരിക്കും ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടെ പടവലത്ത് പോയാ പോരെ? ആ കറക്റ്റ്. അവിടെ ആണെങ്കിൽ ചുറ്റും വിറകും ഉണ്ട്, വിറക് അടുപ്പും ഉണ്ട്. സുഖം. അവിടെ വെച്ച് പാചകം ചെയ്താലേ ഇവിടെ വെച്ച് പാചകം ചെയ്തതിന്റെ ഒരു സുഖം കിട്ടുവോ? സുഖം ഭക്ഷണം കഴിച്ചാ പോരെ. അത് പറ്റത്തില്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കണം. ആ എന്താണേലും അമ്മൂമ്മയുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. വാ നമുക്ക് പോയി വിറക് ശേഖരിക്കാം. വാ നടക്ക്, ബാ വന്നില്ലേ? ആ പോ, അങ്ങോട്ട് പോ. വാ